നമുക്ക് യഥാർത്ഥ പുലികളുടെ വിശേഷങ്ങളിലേക്ക് കൂടി പോകാം. തൃശ്ശൂരിൽ നിന്ന് പുലികൾ ഇറങ്ങുകയാണ്. ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് 2:30 വിവിധ ദേശങ്ങളിൽ നിന്നും പുറപ്പെടുന്ന പുലികൾ 4 മണിയോടെ സ്വരാജ് റൗണ്ടിലെത്തും. ഓണാഘോഷത്തിന്റെ ഭാഗമായി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ജെയ്സൺ. നമ്മൾ ഇന്ന് റിപ്പോർട്ടറിൻ്റെ ഈ വാർത്താപ്രഭാതത്തിൻ്റെ സെറ്റിൽ 4 AI പുലികളെ ഇറക്കിയിട്ടുണ്ട്. ആ 4 AI പുലികളും തൃശ്ശൂരിൽ ഇറങ്ങുന്ന പുലികളോളം വരുമോ എന്നതിലൊരു സംശയമുണ്ടാവും പ്രേക്ഷകർക്ക്. പക്ഷേ ഗംഭീര പുലികളാണ് നമുക്ക് ഈ AI സെറ്റിൽ കാണാൻ കഴിയുന്നത്. ഇനി യഥാർത്ഥ പുലികളുടെ അവസ്ഥ എന്താണ്? എപ്പോഴേക്കാണ് പുലികൾ ഒരുങ്ങിത്തുടങ്ങുക? പുലി വര എപ്പോൾ തുടങ്ങും? പുലികൾ എപ്പോൾ ഇറങ്ങും സ്വരാജ് റൗണ്ട് കീഴടക്കാൻ? ജെയ്സൺ ചാമോളപ്പിൽ. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. നമ്മൾ ഫ്ലോറിൽ ഇറക്കിയിരിക്കുന്ന 4 പുലികളേക്കാൾ ഗംഭീരമായ പുലികൾ തന്നെയാണ് ഇപ്പോൾ പുലിമടയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. നാം ഇപ്പോൾ നിൽക്കുന്നത് ചക്കാമുക്ക് സെൻറ്ററിലുള്ള ചക്കാമുക്ക് ടീമിൻ്റെ ഒപ്പമാണ്. ഇപ്പോൾ നമുക്ക് ആളുകൾ തയ്യാറാവുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. അതുപോലെ തന്നെ ദേഹത്ത് പുലിയുടെ ചിത്രങ്ങൾ വരയ്ക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. വളരെ സജീവമായി പുലിമടകൾ ഉണർന്നു കഴിഞ്ഞു. 7 സംഘങ്ങളാണ് ഇത്തവണയുള്ളത്. 7 സംഘങ്ങളും ഒന്നിനൊന്ന് മികച്ച പുലികൾ ഇറക്കാനായിട്ടുള്ള മത്സരമാണ്. വലിയ കുടവയറും ഒക്കെയായി നിരവധി പുലികൾ ഇപ്പോൾ വിവിധ മടകളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ചക്കാമുക്ക് സെൻട്രൽ ടീമിൽ നിന്നും ഇത്തവണ ഇവിടുത്തെ പ്രത്യേകത ഏറ്റവും പ്രായം കുറഞ്ഞ പുലിയാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പുലിയാണ്. നമ്മൾ ചെറിയൊരു കുട്ടി എടുക്കുന്നുണ്ട്. 2 പെൺപുലികളുണ്ട്. അതിൽ ഒരാൾ പുതിയതായിട്ട് അരങ്ങേറ്റം കുറിക്കുകയാണ്. അതുപോലെ തന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി നമ്മുടെ വരയിൽ അരങ്ങേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്രാവശ്യത്തെ പ്രത്യേകതകൾ. ബാക്കിയുള്ളത് നമ്മൾ ചെറിയ സസ്പെൻസും കാര്യങ്ങളാണ്. ഇത്തവണ വനിതാ പുലികൾ വനിതാ പുലികൾ 2 പേരാണ് വനിതാ പുലികളുള്ളത്. അത് എങ്ങനെയാണ്? ആദ്യമൊക്കെ നമുക്ക് ഒരേ സീരിയലും അങ്ങനത്തെ സോഷ്യൽ മീഡിയയിലേക്ക് സജീവമായ ആളുകൾ പലരും. അതിൽ ഒരാൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള ആളാണ്. ഒരാൾ ആദ്യമായിട്ടാണ് വേഷമിടാൻ പോകുന്നത്. ഇത്തവണ സസ്പെൻസ് ഉണ്ട്. സസ്പെൻസും സർപ്രൈസും ഉണ്ടാവും. ജെയ്സൺ, ഒരാൾ എത്ര മണിക്കൂർ നിന്നാണ് ഈ പുലിയുടെ വര നമുക്കൊരു ശരീരം മുഴുവൻ 15 ലക്ഷത്തിന്റെ താഴെ ഈ പുലിവര ശരീരം മുഴുവൻ സാധ്യമാക്കുന്നത്? അപ്പോ നല്ല ഭീമമായ നല്ലൊരു ചെലവാണ് വന്നത്. അരുൺകുമാർ ചോദിക്കുന്നത്, ഒരാൾക്ക് എത്ര സമയം വേണ്ടി വരും ഒരു പുലിയായി രൂപപ്പെടുന്നതിന്? ഇപ്പോൾ രാവിലെ വന്ന് പുലർച്ചയ്ക്ക് വന്ന് ഇത്തരത്തിൽ ഒരു പുലിയായി രൂപപ്പെടാൻ എത്ര സമയം വേണ്ടി വരും? ഇതിപ്പോ ഏകദേശം ഒരു 1 മണിക്കൂറിൻ്റെ വേണ്ടി വരും. ആദ്യം നമ്മൾ കോട്ടടിച്ച് അതിനെ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കളറ് കയറ്റും. കളർ ഡ്രൈ ആയതിനു ശേഷമാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ഫിഗറിലേക്ക് എത്തുന്നത്. ഏകദേശം ഒരു 1.5 മണിക്കൂറാണ് ഏകദേശം വരിക. അത് നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ച് പെട്ടെന്ന് വലിയതിനനുസരിച്ചിരിക്കും. ഈ കുടവയറുള്ളവരെ സെലക്ട് ചെയ്യാന്നുള്ള പ്രധാനമായിട്ട് ഏറ്റവും കുടവയറുള്ളവർക്ക് ഡിമാൻഡ് ആകുന്ന ഏക പരിപാടി പുലിയാണ്. ബാക്കിയെല്ലാം കുടവയറിനെതിരാണല്ലോ ആളുകൾ. ഈ കുടവയറുള്ളവരെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ ദേശത്തിൻ്റെ ഒരു പ്രത്യേകത, പണ്ടും ഇപ്പോഴുള്ള പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ സാധനം നോക്കിയാൽ കാണാൻ പറ്റും. നമുക്ക് വയറിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല. നമ്മൾ കളിയിലാണ്. അതായത് നമ്മൾ റൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും നന്നായി പുലി കളിക്കണമെന്നുള്ള രീതിയിലുള്ള ഫിഗേഴ്സാണ്. അല്ലാതെ ഓവറായിട്ടുള്ള വലുപ്പമുള്ള ആരും നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല. നമ്മൾ കളിക്കാൻ വേണ്ടിയുള്ള പുലികൾ മാത്രമാണ് നമ്മൾ ഇറക്കിയത്. പെർഫോമൻസിനാണ് നമ്മൾ. സംശയം, ഏറ്റവും മികച്ച ടീം സാധാരണ ഒരു പ്രത്യേക ചടങ്ങുണ്ടാവുമല്ലോ. ആദ്യം ശരീരം മുഴുവൻ ശുദ്ധി വരുത്തിയതിനു ശേഷം വന്ന് അതിന് പുറത്തൊരു പ്രൈമറി കോട്ട് അടിക്കൂ. അതിന് ശേഷമാണോ ഈ ചായങ്ങളൊക്കെ തേക്കുക? തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനമാണ്. ഇപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഈ ദേഹത്ത് ഈ ചായം തേക്കുന്നതിൻ്റെ ക്രമീകരണങ്ങൾ എങ്ങനെയൊക്കെയാണ്? ആദ്യം എന്താണ് ഷേവിങ്? അത് നമ്മൾ തലേദിവസം തന്നെ നമ്മൾ ഷേവ് ചെയ്ത് അവരെ ഫുള്ള് നമ്മുടെ ഹെയർ ക്ലീൻ ചെയ്ത് നമ്മൾ പിറ്റേ ദിവസമാണ് അവരോട് വരാൻ പറയുന്നത്. പിറ്റേ ദിവസം രാവിലെ വന്നാൽ തന്നെ അവരെ നമ്മൾ ആദ്യം ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് ഒന്ന് ഇത് ചെയ്യും. അതിനുശേഷം നമ്മൾ കോട്ടടിക്കും. അങ്ങനെയാണ് നമ്മൾ ബിഗിൻ ചെയ്യുക. അത് മെറ്റീരിയൽ നമുക്ക് കുറച്ചുകൂടി നന്നാവും. ആർട്ടിസ്റ്റിനോട് ചോദിക്കുന്നതായിരിക്കും എങ്ങനെയാണ് മെറ്റീരിയൽ. മങ്കി ബ്രാൻഡിന്റെ ഇതായിരിക്കും. വർഷങ്ങളായിട്ട് വരയ്ക്കുന്ന ആളുകൾ. ചേട്ടാ, എത്ര വർഷമായി ഇപ്പോൾ വര തുടങ്ങിയിട്ട്? ഞാൻ കുട്ടിക്കാലം മുതലേ ഈ ഫീൽഡിലുള്ള ആളാണ്. ഇപ്പം എന്താണ് ഇതിന്റെ മെറ്റീരിയൽ? ഇപ്പം നിങ്ങൾ പെയിന്റുകൾ ഉണ്ടല്ലോ, അതിന്റെ മെറ്റീരിയൽ അത് സ്കിന്നിന് എങ്ങനെയാണ്? ഇത് സ്കിന്നിന് ദോഷമില്ലാത്തൊരു പെയിന്റാണത്. ടെമ്പറ പൗഡർ എന്ന് പറയും. അത് വാർണിഷിൽ കലക്കിയിട്ട് നമ്മൾ അടിക്കുന്നതാണ്. ഇനാമൽ പെയിന്റ് അല്ല. അത് ഇതുവരെ ഒരു പുലിയെ വരച്ച് തീർക്കാൻ എത്ര സമയം എടുക്കും? അത് ഇപ്പോൾ ഈ 4 ദിവസം അങ്ങനെ പറയാൻ പറ്റില്ല. എങ്കിലും 1-2 മണിക്കൂറൊക്കെ പിടിക്കും. 4 ദിവസം എന്ന് പറയുന്നത് പ്രത്യേക തിരക്കുള്ള ദിവസമാണല്ലോ. നമുക്കതിനെ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. എങ്കിലും ഒരു 2 മണിക്കൂറൊക്കെ പിടിക്കും ഒരു പുലിനെ വരച്ച് വരണമെങ്കിൽ. ഇപ്പോൾ ഇത് പുലി ആദ്യമായിട്ടാണ് വേഷം? അല്ലല്ല, 6ാം ദിവസം. ഇത് അടിക്കുമ്പോൾ ചേട്ടനുണ്ടാകുന്നൊരു എഫക്റ്റ് എന്താണ്? ശരി,
നമുക്ക് സാധാരണ നമ്മൾ മുന്നേ ഹൗസ് പെയിൻറ്റിങ്ങിന് പോയി വരുന്ന ആളാണ്. പെയിൻ്റ് ആവണാൻ നമുക്ക് വലിയ കുഴപ്പമില്ല. നമുക്ക് വേറെ പ്രശ്നം തോന്നിയിട്ടില്ല. ചിലവർക്ക് അലർജി ഉണ്ടാവും, നമുക്കിതുവരെ അലർജി വന്നിട്ടില്ല. എത്ര സമയം ഇതിൽ ഇങ്ങനെ ഈ രൂപത്തിൽ നിൽക്കേണ്ടി വരും? ഈ രൂപത്തിൽ ഇപ്പോൾ നമുക്ക് രാത്രി 10:30 വരെ 11 മണി വരെ മാക്സിമം. അതിന് ശേഷം നമ്മുടെ വേഷം അഴിക്കുക. പുലിവേഷം ഇടുന്നൊരു ലഹരിയാണ്. ഒരു പുലിക്കളിക്ക് നല്ല എടുക്കാറുണ്ട്. കുറച്ചും കൂടി ഇപ്പൊ വയറ് അത്യാവശ്യത്തിനുണ്ട്, കുറച്ചും കൂടി അയാൾ കുറെ കൂടിയും ജെയ്സൺ, ഇവര് വരച്ചു കഴിഞ്ഞാൽ എത്ര മണിക്കൂറാണ് ഇവർക്ക് നിൽക്കേണ്ടി വരിക? കാരണം ഇവർക്ക് ഇരിക്കാനൊക്കെ പറ്റുമോ പിന്നെ അതിനുശേഷം? ഇത് ഇരിക്കാൻ കഴിയുമോ? ഇല്ല, അവർക്ക് നിൽക്കാനേ പറ്റുള്ളൂ. എത്ര മണിക്കൂർ നിൽക്കേണ്ടി വരും? അവർക്ക് കഴിഞ്ഞവരെ നിൽക്കേണ്ടി വരും. രാത്രി അതായത് ഇപ്പോൾ സമയം 7 മണി കൂട്ടിക്കോ അരുൺകുമാർ, വൈകിട്ട് 9:30 വരെ ഇങ്ങനെ തന്നെ നിൽക്കേണ്ടി വരും. ഇത് ഉണങ്ങുന്നത് വരെ ഇപ്പൊ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ വടിയൊക്കെ പിടിച്ചിട്ടാണ് നിൽക്കുക. കാരണം ഈ നമ്മുടെ 2 കൈത്തണ്ടകൾ ദേഹത്തോട് അടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അകന്ന് നിൽക്കേണ്ടി വരും. ഇത് ഉണങ്ങുന്നത് വരെ. ഉണങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ ആയി. ഏകദേശം ഒരു രാവിലെ 7 മണി മുതൽ വൈകിട്ട് 9 മണി വരെ ഇത് നിൽക്കുക മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ, ഇരിക്കാൻ കഴിയില്ല. എന്നാൽ ഈ രൂപം, അതായത് ഈ വടി കയ്യിൽ നേന്തുന്ന രൂപം മാറാൻ ഉണങ്ങി കഴിയുമ്പോൾ അത് മാറാം. അങ്ങനെയല്ലേ? ഉണങ്ങി കഴിയുമ്പോൾ അത് മാറാൻ കഴിയും. പക്ഷേ ഇത് നിൽക്കുക എന്നുള്ളതാണ്, ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രയാസപ്പെട്ട കാര്യം. പക്ഷേ എങ്കിൽ പോലും ഈ പുലികളിക്ക് പങ്കെടുക്കുക എന്നുള്ള വലിയ ഒരു ലഹരിയാണ്, പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്ക്. നമുക്ക് ആ ഭാഗത്തേക്കൊന്ന് നീങ്ങാം. അവിടെ വേറെ രൂപത്തിലുള്ളൊരു പുലി ഗംഭീരമായി അണിഞ്ഞൊരുങ്ങി വരുന്നുണ്ട്. അത്യാവശ്യം നല്ല പുലിയാണ്. ആദ്യമായിട്ടാണോ? അതെ അതെ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇടണമെന്നുള്ള മോഹം കൊണ്ടുവന്നു? അതെ അതെ അതെ, മോഹം കൊണ്ടുവന്നു. അപ്പോൾ ആള് പുതിയ പുലിയാണ്. ഇവരൊക്കെ കണ്ടിട്ടൊരു പഴയ പുലിയാണ്? അല്ലല്ല, പുതിയ പുലിയാണ്. ആഗ്രഹം കൊണ്ട് വന്നതാണ്. നമ്മൾ ആദ്യമായിട്ട് വരുന്നത് പുലിക്കളി കാണാൻ വരാറുണ്ട്. പുലിക്കളി കാണാൻ വരാറുണ്ട്. അപ്പോൾ ഒരു ആഗ്രഹം ഇപ്രാവശ്യം ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ ചോദിച്ചു, കമ്മിറ്റിക്കാരോട് ചോദിച്ചപ്പോൾ നമ്മൾ ചെയ്തു. നമ്മൾ കുന്നോളത്താണ് വരുന്നത്. കുന്നോളം. ഞങ്ങൾ 2 പുലികളുണ്ട്. ഒരാൾ വലിയ പുലിയാണ്, അയാൾക്ക് വയറൊക്കെ ഉണ്ട്. ആൾ മോൾക്ക് പോയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്ന കളറുകൾ, പലതരം കളറുകളുണ്ട്. നമ്മൾ ഒരു സ്ഥലത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കരിമ്പുലി വരയ്ക്കാനാണ് ഏറ്റവും എളുപ്പം എന്നാണ് പറഞ്ഞത്. ചേട്ടാ, വരയ്ക്കുന്ന ചേട്ടാ, ഏത് പുലി വരയ്ക്കാൻ എളുപ്പം? കരിമ്പുലി ഇരിക്കും. അതിന് ഡിസൈനൊന്നും വേണ്ടല്ലോ? അത് വേണ്ട. എന്നാലും അതിലും പുതിയതായിട്ട് ഡിസൈനുകളൊക്കെ വരുന്നുണ്ട്. പുതിയതായിട്ട് ചെയ്യാൻ പറ്റുന്ന സിൽവറിലും ഗോൾഡിലൊക്കെ പുള്ളികൾ കുത്തിയിട്ടൊക്കെ ഡിസൈൻ ചെയ്യുന്നുണ്ട് കരിമ്പുലിയിൽ. ആളുകളെ ഭയപ്പെടുത്തുന്ന കരിമ്പുലി തന്നെയാണ് ഏറ്റവും. അതിന് വലിയ വയറ് വേണം. എങ്ങനെയാ അതിൻ്റെ ഒരു? അല്ല, അത് ഏറ്റവും രൗദ്രമായിട്ടുള്ള വേഷമാണ്. അതാണ് അതിന്റെ പ്രത്യേകത. അത് ഒരെണ്ണം ഉണ്ടാവുള്ളൂ, കൂടുതൽ എണ്ണം ഉണ്ടാവില്ല മറ്റുള്ള പോലെ. ആദ്യം വരയ്ക്കുന്നത് എത്ര വർഷമായി? ഞാൻ ഇപ്പൊ വരയ്ക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 12 വർഷമായി. അരുൺകുമാർ, ഇതാണ് പുലിമടകളിൽ നിന്നുള്ള ഗംഭീര കാഴ്ചകളാണ്. ദൃശ്യങ്ങളും പലരും നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ് ഇവർ പറഞ്ഞിരുന്നത്. മാത്രമല്ല 2 കമ്പൊക്കെ പിടിച്ച് ഇങ്ങനെ മണിക്കൂറുകൾ ഇങ്ങനെ കാത്തിരിക്കേണ്ടി വരിക എന്നുള്ളത് അത്രമേൽ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എന്നാലും പുലികളിയുടെ ലഹരിയിൽ അതെല്ലാം മറക്കും. ഇപ്പോൾ 7 മണിയായി, വൈകുന്നേരം 10 മണിയാവാതെ ഇവർക്ക് ഈ വേഷം അഴിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ജേസൺ, എന്തായാലും കൂടുതൽ പ്രതികരണങ്ങളൊക്കെ എടുക്കുക, കൂടുതൽ പുലികളുടെ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് കൊടുക്കാം. നമ്മൾ കണ്ടു തുടങ്ങിയ പുലികൾ തന്നെ കിടുക്കാച്ചി പുലികളാണ്. ആ പുലികളെ തോൽപ്പിക്കില്ലെങ്കിലും ആ പുലിയോട് കിടപിടിച്ച് നിൽക്കുന്ന പുലികളെ കൂടി റിപ്പോർട്ടർ TV ഈ ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ സെറ്റിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകരെ, പുലികളിക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുത്തിരിക്കുക. ജെയ്സൺ ചാമോളപ്പിലും നമ്മളുടെ വാർത്താ സംഘവും ഇന്ന് വൈകുന്നേരം തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ ഇറങ്ങുന്ന പുലികളുടെ തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും. പല നിറത്തിലും പല വർണ്ണത്തിലും ചാലിച്ചെടുത്ത പുലികളാണ്. കരിമ്പുലിയുണ്ട്, പുള്ളിപ്പുലിയുണ്ട്, വരയൻ പുലിയുണ്ട്, വെള്ളപ്പുലിയുണ്ട്. പല പല പുലികളായിരിക്കും പ്രേക്ഷകരിലേക്ക് ഇത്തവണ എത്തിക്കുക. അങ്ങനെ നമുക്ക് തൃശ്ശൂരിലെ പുലികളിയുടെ ദൃശ്യങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാം.